ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോഡാണ്, അതായത് എഡിറ്റ് ക്വിക്ക് മാക്സ് മോഡ്. പെട്ടെന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സെലക്ഷൻ ലഭിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ടൂള്. നമുക്ക് അത് പരിചയപ്പെടാം. അതായത് ടൂൾ ബാറിൽ ഇതാണ് നമ്മൾ പറഞ്ഞു പോയതാണ് എഡിറ്റിംഗ് ക്വിക്ക് മാക്സ് മോഡാണ്. ഒരു മോഡ് ഇപ്പം നമ്മൾ RGB മോഡ് എന്നാന്ന് പഠിച്ചു, CMYK മോഡ് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോഡാണ് എഡിറ്റിംഗ് ക്വിക്ക് മാക്സ് മോഡ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ആക്റ്റീവ് ആകുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലെയർ സ്റ്റൈലിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു റെഡ് കളറുണ്ട്. ഈ ലെയറിൻ്റെ സ്റ്റൈൽ, ഈ ലെയറിൽ ഒരു റെഡ് കളറ് മിക്സായിട്ട് വന്നിരിക്കുന്നത് അത് കാണുമ്പോഴാണ് ക്വിക്ക് മാക്സ് മോഡ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ, വേറെ ഇതിൻ്റെ ടൈറ്റിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആക്റ്റീവ് ആയോ ഇല്ലയോ എന്ന്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ടൈറ്റിൽ വായിച്ചു നോക്കാം. അൺടൈറ്റിൽഡ് 33.3 എന്ന് കൊടുത്തിട്ട് RGB മോഡെന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ താഴെ പോയി എഡിറ്റ് ഇൻ ക്വിക്ക് മാക്സ് മോഡ് ആക്റ്റീവ് ചെയ്യണം. ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേജിൻ്റെ ടോപ്പിൽ നോക്കി കഴിയുമ്പോൾ കാണാം ക്വിക്ക് മാക്സ് മോഡ് ആക്റ്റീവായി എന്നുള്ളത്. എന്നാൽ അതുപോലെ ലെയറിൽ നോക്കിയാലും കാണാം ഒരു റെഡ് കളർ ഇവിടെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പറഞ്ഞത് എന്താ, സെലക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്, സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മാസ്ക് മോഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സെലക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ മോഡിലേക്ക് മാറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് സെലക്ഷൻ കൊടുക്കുന്നത് ഉപയോഗിച്ചാൽ നമ്മൾ ബ്രഷ് ടൂളാണ് എടുക്കുന്നത്. ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രാഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ നമ്മുടെ ക്വിക്ക് മാക്സ് മോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ മിക്കവാറും ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് മാസ്ക്ഡ് ഏരിയ എന്നാണ്, അല്ലെങ്കിൽ സെലക്റ്റഡ് ഏരിയ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇതിനെ ഓക്കെ കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ എൻ്റെ ബ്രഷ് എടുത്തിട്ട് ഞാനിവിടെ ഒരു ഷേപ്പ് ഒരു ഇത് വരച്ച് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ട രീതിയിലൊരു സെലക്ഷൻ ഞാനിവിടെ, എനിക്ക് ഈ ഒരു രീതിയിൽ സെലക്ഷൻ കിട്ടണം, അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടെ പോയി ഈ ക്വിക്ക് മാക്സ് മോഡ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യുമ്പോൾ ഇതേ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്ത് അത് ഒരു സെലക്ഷനായിട്ട് ഇവിടെ വന്നു. ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഒരു സ്റ്റൈലിലേക്ക് ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രഷിൻ്റെ ഓപ്ഷൻസ് കിട്ടും. ഹാർഡായിട്ടുള്ള ഓപ്ഷനുണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്. നമ്മൾ സോഫ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈൻസ് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഈ സെലക്ഷൻ വീണ്ടും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്വിക്ക് മാക്സ് മോഡ് ആക്റ്റീവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏത് സോഫ്റ്റായിട്ടുള്ള ഒരു ബ്രഷ് സെലക്ട് ചെയ്യുക, ബ്രഷിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരയ്ക്കുക. ഇപ്പം കാണാൻ നമ്മുടെ ലൈനൊക്കെ ഒരു പതറിയാണ് ഇരിക്കുന്നതെന്ന്. ഇത് വരച്ച് കഴിയുമ്പോൾ അത് സെലക്ഷൻ, ആവശ്യമുള്ള സെലക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ഈ മാസ്ക് മോഡിൽ നിന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സെലക്ഷൻ കിട്ടും. അപ്പോൾ ഈ സെലക്ഷൻ ഇങ്ങനെ റെഡ് ഇവിടെ നമ്മുടെ കളറിൻ്റെ ആ മിക്സ് കിടക്കുന്ന ഇത് മേളിൽ ബ്ലാക്കും താഴെ വൈറ്റും ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്കവിടെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കാൻ പറ്റുള്ളൂ. ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ആ ഒരു റെഡ് കളറിൻ്റെ മിക്സ് വരത്തുള്ളൂ. അതല്ല കിടക്കുന്നെങ്കിൽ നിങ്ങൾ കീബോർഡിൽ ഡി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെലക്ഷൻ, ഇപ്പം ഞാൻ ക്വിക്ക് മാക്സ് മോഡിലേക്ക് പോയി ഇത് വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി ഞാൻ വരച്ചത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അത്ര ഏരിയ എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയാൽ തിരിച്ച് നമ്മൾ വേണ്ടാത്ത ഭാഗം ഡിലീറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ കീബോർഡിൽ എക്സ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ കളറ് ഇവിടെ ചേഞ്ച് ആവുന്നതാണ്. വൈറ്റ് മേളിൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ വേണ്ടാത്ത ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഭാഗം ഇങ്ങനെ സെലക്ഷൻ കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ക്വിക്ക് മാക്സ് മോഡ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത അതേ അളവ് ആ ഒരു വരച്ച രീതിയിൽ തന്നെയുള്ള സെലക്ഷൻ നമുക്ക് കിട്ടി.
അപ്പോൾ ഇതാണ് ക്വിക്ക് മാക്സ് മോഡ് ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്നുള്ളത് അടുത്ത അധ്യായത്തിൽ പറഞ്ഞുതരാം. ഫോട്ടോ എഡിറ്റ് ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിച്ച് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. താങ്ക് യു.